കൂട്ടുകാരെ, ഈ കാണുന്ന മീൻ ഞാനിപ്പോൾ വറക്കാൻ പോവാന്ന്. ഞങ്ങളുടെ നാട്ടിലിതിന് ചൂട, നത്തോലി എന്നൊക്കെ പറയുന്ന മീനാണ്. പല സ്റ്റൈലിൽ ഇത് വെക്കാം. നമ്മൾ എളുപ്പം വെക്കുകയാണെങ്കിൽ മഞ്ഞളും മുളകും ഉപ്പും തിരുമ്മി ചുമ്മാ വറുത്തെടുക്കും. ഇപ്പം ഞാൻ നല്ല ടേസ്റ്റിൽ വറുത്തെടുക്കാൻ പോവാന്ന്. അപ്പോൾ അതിന് ദാണ്ടെ മുളക് പൊടി, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് തിരുമ്മി അതിനകത്തോട്ട് നമ്മൾ ഈ സുറുക്ക എന്ന് പറയുന്ന അച്ചാറിൽ ചേർക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ചെറുനാരങ്ങ, നമുക്ക് ഏത് ഓപ്ഷനിലാണ്, നമുക്ക് ഏത് വേണമെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ പുളിപ്പും കൂടി ചേരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് മീൻ, നമുക്ക് ആവശ്യമുള്ളത്ര മീനെടുത്തിട്ട് അതിൻ്റെ അകത്ത് നല്ലോണം തിരുമ്മി പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മീൻ വെക്കണം. എന്നാൽ മാത്രമേ ആ മീനിൻ്റെ അകത്ത് നമുക്ക് ഈ പുളിപ്പും എല്ലാ എരിവും ഒക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. മസാല പിടിച്ചാൽ മാത്രമേ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ മീനിൻ്റെ മുകളിൽ തന്നെ ആ മസാല നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പം കണ്ട മീനിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ നാളത്തേക്ക് വെച്ചേക്കാണ്. കാരണം ഈ മീൻ തന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിരുമ്മി, ഒത്തിരി മസാല ആയി കഴിഞ്ഞാലും മീനിന് നല്ലതല്ല. അപ്പം ഞാൻ എനിക്കറിയാം, ഓരോരുത്തർക്കും ഓരോ കണക്കുണ്ടാവില്ലേ, ആ തരത്തിലാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മാറ്റി വെക്കുക. എന്നതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ചട്ടി, ഞാനിപ്പോൾ ഇവിടെ നോർമലി ചീനച്ചട്ടിക്കകത്താണ് വറുക്കുന്നത്. ഓരോരുത്തർ ഓരോ ഇതിനകത്തായിരിക്കുമല്ലോ വറുക്കുന്നത്. അപ്പം ഞാൻ ഇതെന്തായാലും തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട്, ഞാൻ എപ്പോഴും അങ്ങനെ ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ നോർമലി നമ്മൾ അടുക്കളയ്ക്കകത്ത് എവിടെയെങ്കിലും വെച്ചേക്കും. ഈ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മസാല പിടിക്കത്തുള്ളൂ. പിന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട്, ഒത്തിരി എണ്ണയൊന്നും വേണ്ട, കാരണം ഒരുപാട് എണ്ണ, കുഞ്ഞു മീനല്ലേ, എളുപ്പം വറുത്ത് കിട്ടും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ എണ്ണ നടുഭാഗത്ത് നിൽക്കുന്നത്, പക്ഷേ എണ്ണ പരക്കെ വരും. നമ്മൾ മീനിടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് പരക്കെ വരും. അപ്പോൾ പരക്കെന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇങ്ങനെ സ്പ്രെഡാവും മൊത്തത്തിൽ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കും ചീനച്ചട്ടി. അപ്പോൾ പരന്ന പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് എണ്ണ നോർമലി പരന്നാന്നല്ലോ കിടക്കുന്നത്. അപ്പം ഞാൻ മീൻ വറുക്കുന്ന ചട്ടിയാണിത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ മീനിടുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ആരും മീൻ വറുത്ത് കഴിഞ്ഞാൽ ഞാനതാ ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നെ സ്മെല്ല്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും മീൻ വറുക്കുന്നുണ്ടാവുക. ചിലർ കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് മീൻ വറുക്കുന്നത്. പക്ഷേ എനിക്ക് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതൊരു കുത്തുന്നൊരു ചുവയാണ്. അപ്പോൾ എനിക്കത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ഓരോന്നായിട്ട് ഞാനിങ്ങനെ സൈഡിലെല്ലാം മീൻ വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, എണ്ണ നടുവിലല്ലേ കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു ഇതുകൊണ്ട് തുണി കൂട്ടി പിടിച്ചതിന് ശേഷം വട്ടത്തിൽ ചുറ്റിക്കും. അപ്പോൾ മീനിൻ്റെ ചുറ്റിലും വെളിച്ചെണ്ണ എത്തും. വിനാഗിരി ചേർത്ത് മീൻ വറുക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ വറുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ചെറുനാരങ്ങനേക്കാളും നമുക്ക് വിനാഗിരി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. പിന്നെ മീൻ വറുക്കുമ്പോൾ ഇഞ്ചി ചേർക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കൊന്നിലും എൻ്റെ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ പറയാം, എനിക്ക് നോർമലി ഒന്നിലും മസാലകൾ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മീൻ വറുത്ത് കിട്ടും. അപ്പോൾ ഇതാ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇതിൻ്റെ ഒരു സൈഡ് വേവുന്ന സമയത്ത് ഇതിലോട്ട് കറിവേപ്പില തൂക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി വെക്കും. എന്നിട്ട് ഒരു തണിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മറുഭാഗം ഇതാക്കാറുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇതാക്കി കഴിക്കണ്ട, നമുക്ക് കറുമുറുവാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറായിരിക്കും.